കോഴിക്കോട് താമരശ്ശേരിയിലെ അറവു മാലിന്യ പ്ലാന്റ് തുറക്കുന്ന കാര്യത്തിൽ തീരുമാനം നാളെ. ജില്ലാതല ഫെസിലിറ്റേഷൻ കമ്മിറ്റി യോഗം ചേർന്ന് തീരുമാനമെടുക്കും. അതേസമയം ഫ്രഷ് കട്ട് സംഘർഷത്തിൽ നിരപരാധികൾക്കെതിരെ നടപടിയുണ്ടാകില്ലെന്ന് പോലീസ് വ്യക്തമാക്കി. ഫ്രഷ് കട്ട് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് കോഴിക്കോട് ജില്ലാ കളക്ടർ സർവകക്ഷി യോഗം വിളിച്ചത്. സംഘർഷത്തിന് പിന്നാലെയുള്ള പോലീസ് നടപടിക്കെതിരെ രൂക്ഷ വിമർശനമാണ് യോഗത്തിൽ ഉയർന്നത്. കുറ്റക്കാർക്കെതിരെ മാത്രമേ നടപടി ഉണ്ടാവുകയുള്ളൂ എന്ന് പോലീസ് ഉറപ്പു നൽകി. രാത്രികാല പരിശോധന പരിമിതപ്പെടുത്തുമെന്നും പോലീസ് യോഗത്തെ അറിയിച്ചു. നിരപരാധികളെ പ്രതികളാക്കി അല്ലെങ്കിൽ അവരുടെ വീടുകളിൽ പോവുക, എല്ലാ ദിവസവും രാത്രി പോവുക, റെയ്ഡ് ചെയ്യുക, ആ ഒരു സമ്പ്രദായം അവസാനിപ്പിക്കണമെന്നാണ് ഇന്ന് ആവശ്യപ്പെട്ടത്. അത് തത്വത്തിൽ ഇന്ന് അംഗീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു. ജില്ലാ കളക്ടർ അധ്യക്ഷനായ ജില്ലാതല ഫെസിലിറ്റേഷൻ കമ്മിറ്റി നാളെ യോഗം ചേരും. ഫ്രഷ് കട്ട് തുറക്കുന്ന കാര്യത്തിൽ വിദഗ്ധരുൾപ്പെട്ട സംഘം തീരുമാനമെടുക്കും. ജനങ്ങളെ കേൾക്കാനായി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ ഉൾപ്പെടുത്തി പുതിയ കമ്മിറ്റി രൂപീകരിക്കാനും യോഗത്തിൽ തീരുമാനമായി. നിയമങ്ങൾ പാലിച്ചാണ് പ്ലാന്റ് പ്രവർത്തിച്ചതെന്നാണ് ശുചിത്വ മിഷനും മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥരും കളക്ടർക്ക് നൽകിയ റിപ്പോർട്ടിലുള്ളത്. അതേസമയം സമരസമിതി നേതാക്കളെ യോഗത്തിലേക്ക് ക്ഷണിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാണ്. റിപ്പോർട്ടർ, കോഴിക്കോട്.